മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ക്യാമ്പിലെ കമാൻഡോ വിനീത് ജീവൻ ഒടുക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഇതോടെ പോലീസ് സേനയിലെ അമിത ജോലിഭാരവും തൊഴിൽ സമ്മർദ്ദവും വീണ്ടും ചർച്ചയായി. എന്താണ് വർദ്ധിച്ചു വരുന്ന പോലീസ് ആത്മഹത്യകൾക്ക് കാരണം? അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും കാരണം കഴിഞ്ഞ 8 വർഷത്തിനിടെ 130 പോലീസുകാർ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു. നിസ്സാര കുറ്റങ്ങൾക്ക് മേലുദ്യോഗസ്ഥർ വലിയ ശിക്ഷ നൽകുന്നതും കുടുംബത്തിനൊപ്പം സമയം ചെലവിടാനാകാത്തതുമെല്ലാം പോലീസുകാരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവാണ് തൊഴിൽ സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണം. കേരളത്തിലെ 14 ജില്ലകളിലായി 15,000-ലധികം പോലീസുകാരുടെ ഒഴിവുണ്ട്. IG ഹർഷിത അട്ടല്ലൂരി സമർപ്പിച്ച റിപ്പോർട്ടിലെ കണക്കാണിത്. 6,476 സിവിൽ പോലീസ് ഓഫീസർമാരും 6,196 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരും 1,819 അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരും 580 സബ് ഇൻസ്പെക്ടർമാരും പോലീസ് സേനയ്ക്ക് അടിയന്തരമായി ആവശ്യമുണ്ട്. അമിത ജോലിഭാരം കാരണം പ്രതിവാര അവധി പോലുമില്ല. മിക്ക പോലീസ് സ്റ്റേഷനുകളിലും മാന്യമായ വിശ്രമമുറിയോ ശുചിമുറികളോ ഇല്ല. തൊഴിൽ നിയമത്തിന് കീഴിലല്ല, മറിച്ച് സേവന നിയമത്തിന് കീഴിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഉദ്യോഗസ്ഥരെ ഏത് സമയത്തും ഏത് സ്ഥലത്തും ഉന്നതാധികാരികൾക്ക് സേവനത്തിന് നിയോഗിക്കാം. വിവാഹ വാർഷികം, കുട്ടികളുടെ ജന്മദിനം തുടങ്ങി പ്രത്യേക അവസരങ്ങളിൽ പോലീസുകാർക്ക് അവധിക്ക് അർഹതയുണ്ട്. എന്നാൽ അതൊന്നും അനുവദിക്കപ്പെടാറില്ല. ഇവയെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യയിലേക്കും പോലീസുകാരെ തള്ളിവിടുന്നു. റിസർച്ച് ഡെസ്ക് 24.